നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ എനിക്ക് തോന്നുന്നു ഇത്തവണ സമൂഹ മാധ്യമങ്ങളിലും കൂടി യുദ്ധം തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഗ്രൗണ്ട് ലെവലിൽ മാത്രമാണ്, ഇപ്രാവശ്യം അങ്ങനെയല്ല. CPM അതിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ പുതിയൊരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ PR-നെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി സ്വന്തമായ ഒരു വെബ്സൈറ്റ്, ഇരുണ്ട കാലം എന്നാണ് അതിന് പേര്. അപ്പം irundakalam.com എന്ന് നമ്മൾ ഇതാക്കിയാൽ നല്ല മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേ ഔട്ടാണ്. ഇനിയും തിരികെ വേണോ ആ ഇരുണ്ട UDF കാലം എന്നാണ്. അപ്പം നമ്മൾ ഒരു സാധാരണ ഇപ്പം നമ്മളൊരു വെബ് സീരീസ് എന്തെങ്കിലും കാണാണെങ്കിൽ സ്കിപ്പ് ഇൻട്രോ എന്നിട്ട് നല്ല ഭാഗത്തേക്ക് പോകാൻ, ഇവിടെ സ്കിപ്പ് ടു ഡാർക്ക് പേജസ് ആണ് അതിൻ്റെ ഓപ്പണിംഗ്. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് ഡാർക്ക് പേജസിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ആ പഴയ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഓരോ മന്ത്രിമാരെ എണ്ണിയോ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് മകനെ തിരിച്ചു വരല്ലേ. അപ്പം പല ആൾക്കാരും ഇബ്രാഹിം കുഞ്ഞുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല ആധുനികവൽക്കരണ ഫണ്ടിൽ തിരുമറി, VS ശിവകുമാർ, സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാർ, ലീഗിന് വഴങ്ങി 5-ാം മന്ത്രിസ്ഥാനം, KM ഷാജി, അത് പിന്നെ MLA-മാർക്ക് വേറെ തന്നെയുണ്ട്, വർഗീയത പടർത്തുന്ന, അങ്ങനെ തകർന്നടിഞ്ഞ പൊതുവിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ബാർക്കോഴ മുതൽ സോളാർ മുതൽ. ഇതിൽ ഏറ്റവും കൗതുകം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലയളവിലുള്ള എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടുകൾ സഹിതം അന്ന് നമ്മൾ ഓരോ വാർത്താ മാധ്യമങ്ങളും എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തോ അതിൻ്റെ ശകലങ്ങളൊക്കെ ചേർത്ത് ഒരു കംപ്ലീറ്റ് സ്റ്റോറി, ആ കാലയളവിൽ വരുന്ന ആരോപണങ്ങൾ, വികസന പതിപ്പം, ഗെയില്, അത് നിലച്ചുപോയ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു ഇരുണ്ട കാലം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. അതിന് നല്ല രീതിയിൽ സ്വീകാര്യത, ഇപ്പം MLA-മാരൊക്കെ അത് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഴയ വെബ്സൈറ്റിൽ പോയിട്ട് ഇതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും നോക്കാനും മനുഷ്യന് സമയമുണ്ടോ? അതിന് പകരം അപ്പുറത്ത് കൊണ്ടുപോയി ഒരു പോറ്റിയെ കയറ്റി ഒരു പാട്ട് ഇറക്കി കഴിഞ്ഞാൽ അതിനായിരിക്കും ആളുകൾ കൂടുതൽ ട്രാക്ഷൻ കിട്ടുക. അതാണ് കാലം ആയിരിക്കും. പക്ഷേ സാധാരണ നമ്മൾ നോക്കൂ, ഒരു വികസനം ഇപ്പം 10 വർഷമായി CPM ഭരിക്കുന്നു. അപ്പം CPM അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. അതൊരു പക്ഷേ ഈ പോറ്റിയെ കയറ്റിയ പാർട്ടിയിൽ വർക്കായില്ല. അതുകൊണ്ട് ഒരു പുതിയ രീതിയിൽ ഒരു പുതിയ പരിഷ്കരണമാണ്. PR വർക്ക് ചെയ്യുന്നുള്ളത് നരേന്ദ്രമോദിയാണ് ആദ്യം കാണിച്ചത്. എങ്ങനെയാണ് ഈ PR ഏജൻസിനെ യൂസ് ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെ യൂസ് ചെയ്യണം വോട്ടർമാരിലേക്ക് എത്താൻ എന്നുള്ള കാര്യം. ഇപ്പം ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ മറന്നുപോയ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മാത്രമല്ല ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അക്സസിബിൾ ആണ്, വളരെ ഈസി ആയിട്ട്. ഓരോ മന്ത്രിമാരെയും നമുക്ക് സെലക്ട് ചെയ്ത് അവർക്കെതിരെ ഉണ്ടായിരുന്ന UDF-ന് മറുപടി. അത് മാത്രം സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ട് ഓരോ ദിവസത്തെ സതീശന്റെ വാർത്താ സമ്മേളനം, VD സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ നുണകൾ, അതിലെ വസ്തുത എന്താണ്, അങ്ങനെ ഈ 2 രീതിയിൽ പുതിയ ഒരു ന്യൂ ഏജ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വികസനത്തിനാണ് വോട്ട്, വികസനം പറയൂ, രാഷ്ട്രീയമല്ല വികസനം പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ LDF കഴിഞ്ഞ 9 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പല പദ്ധതികൾ അവർ വെക്കുന്നു. വിഴിഞ്ഞം വെക്കുന്നുണ്ട്, ലൈഫ് പദ്ധതി വെക്കുന്നുണ്ട്, നേരത്തെ ഗെയിൽ, ദേശീയപാത, സ്കൂളുകളുടെ വികസനം, ഇതെല്ലാം അവർ മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് വികസനമല്ല. ഇപ്പോൾ ആ വികസനത്തിലേക്ക് ആരും പിടിക്കുന്നില്ല, മറിച്ച് വിശ്വാസത്തിലേക്കാണ് മാറുന്നത്. വിശ്വാസവും അതിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇടത് ഹാൻഡിലുകൾ കൃത്യമായി പറയുന്നത്. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞിരുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇപ്പോൾ സംസാരിക്കാത്തത്? കാരണം ഇവിടെ വികസനം നടപ്പായി. ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതിയുണ്ടോ എന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഏതെങ്കിലും മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ എന്ന് പറയുന്നു. അത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അടുത്തത്, വികസനത്തെ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതിനെതിരെ മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മിണ്ടാതിരിക്കുന്നു മാത്രമല്ല, അവർ UDF മിണ്ടാതിരിക്കുന്നു. അതെ, പിന്നെ ഈ ഓരോ പദ്ധതിയും ഞങ്ങൾ എതിർക്കും, അത് പരാജയപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന സാധനമുണ്ട്. അത് കട്ട് ചെയ്ത് പ്രത്യേകം ഇറക്കുന്നുണ്ട്. അതിനല്ല, ഇതിപ്പം ചിലപ്പോൾ ഒരു നുണ പല ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള ആ ഒരു ഹിറ്റ്ലർ മോഡൽ തന്ത്രം ഇവിടെ വില പോകില്ല എന്നാണ് ഇവർ കാണിക്കുന്നത്. കാരണം സത്യം ചെരുപ്പിടുമ്പോഴേക്കും ഇലക്ഷൻ കാലത്ത് 2 കൂട്ടരും നടത്തും. അതിൽ ആർക്കാണ് മേൽക്കൈ എന്നൊക്കെയുള്ളത്. ഇതൊക്കെ മാത്രമല്ല, ഈ സൈബർ ഇടങ്ങൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എക്കോ ചേംബറുകളുമാണ്. എന്താണോ ഫോളോ ചെയ്യുന്നത് അതാണ് കൂടുതലായി വരിക. അപ്പോൾ എത്ര ഒഫൻസീവ് സൈബർ ഇടത്തിൽ നടത്തിയാലും അത് തന്നെ ആവും സക്സസ് എന്നൊന്നും നമുക്ക് കരുതാനില്ല. പക്ഷെ വളരെ പ്രൊഫഷണലായി BJP 2014 BJP കാണിച്ചു തന്നിട്ടുള്ള, പിന്നീട് അവർ 2019 ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മോഡലുണ്ട്. ആ ഒരു മോഡൽ ഇപ്പോൾ
CPM വളരെ അഗ്രസീവ് ആയിട്ടുള്ള സൈബർ ഒഫൻസീവിന് പോകുന്നു. വിജയിക്കോ ഇല്ലയോ എന്നൊന്നും എന്റെ അഭിലാഷം ഇപ്പൊ സീരിയൽ കാണാൻ പറ്റുന്നില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല സീരിയൽ കാണാതിരുന്നപ്പോ എന്താണ് സംഭവിക്കുന്നത്? പത്തനയുടെ സീരിയൽ അപ്പോഴാണ് അരി കിട്ടിയത്. ഈ സമൂഹ മാധ്യമ യുദ്ധം നയിക്കുന്ന നികേഷ് കുമാർ ഇപ്പോൾ AK സെന്ററിൽ ഇരുന്നാണല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോയാൽ ഈ യുദ്ധം പിന്നെ ആരും നയിക്കും? ഇന്ന് വന്നേക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ന് വന്നേക്കുന്ന വാർത്തയിൽ എന്താണ്, ഇടത് സൈബറിൽ എന്താ പൊട്ടിത്തെറി, അവിടെ പോയി ഇവിടെ പോയത്. ഞാൻ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പൊട്ടിത്തെറിച്ച് പുറത്തു പോയെന്ന് പറയുന്ന ആൾക്കാരെ മൂന്നിനെയും വിളിച്ചു. 3 പേരും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും പൊട്ടിത്തെറിക്ക് കാരണമായ നികേഷിനെ വിളിച്ചു. നികേഷും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എന്ന്. അപ്പം ഇടത് ഹാൻഡിൽ നിന്ന് ഇങ്ങനൊരു സാധനം വരുമ്പോൾ അതിനെ, ഈ ഇരുണ്ട കാലം എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണെന്നാണ് അവർ പറയുന്നത്. നികേഷ് കുമാർ മത്സരിക്കും? നികേഷ് പിന്നെ ഉറപ്പായിട്ട് നികേഷ് മത്സരിക്കും. എവിടെയായിരിക്കും സീറ്റ്? സീറ്റ് എവിടെ ആയിരിക്കും പറയാൻ പറ്റില്ല. സാധ്യത അല്ല, അത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അറിയേണ്ട കാര്യമാണ്. പക്ഷേ സൈബർ ക്യാമ്പയിനിൽ LDF ഒരു മേൽക്കൈ കഴിഞ്ഞ തവണ ഉണ്ടായി എന്നൊരു തോട്ട് UDF UDFന്റെ സൈബർ വിങ്ങും വളരെ വളരെ സജീവമാണ്. അതിന് എത്ര ഏകോപിത സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഈ സ്വയം പ്രഖ്യാപിത സൈബർ വാരിയേഴ്സ് ഉണ്ടല്ലോ, ഒരു വളരെ വളരെ ആക്റ്റീവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സതീശന്റെ ജാഥ മുന്നോട്ട് പോകുമ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള ഒരു ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ അത്രയും ആ രീതിയിൽ വാച്ച് ചെയ്ത്. ഇപ്പം ഇന്നിപ്പോ വന്നതാണ് സതീശൻ ഒരു പരാതി കൊടുക്കുന്നു, ഒരു സ്ത്രീ വന്നിട്ട് ഒരു അമ്മ വന്നിട്ട് ഒരു പരാതി കൊടുക്കുന്നു. ഒരൊറ്റ സെക്കൻഡിൽ അത് എത്ര പെട്ടെന്നാണ് അത് അവർ ക്യാച്ച് ചെയ്തു, അത് എത്തിക്കേണ്ട രീതിയിൽ അത് 50 വാണം മുകളോട്ട് പോയി പൊട്ടിത്തീരുന്നിടം വരെ ഉള്ള ക്ഷമയില്ലാതെ സതീഷ് ആരാണെങ്കിൽ വിളിക്കുന്നു അതുകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോഴേ അത് അതേപടി വരികയാണ്. നമ്മൾ കണ്ടല്ലോ ഷാഫി പിടിച്ച് ബ്ലിക്ക് ഇവന്റ്സിൽ സംഭവിക്കുന്ന എല്ലാ, ഇപ്പൊ ഗോവിന്ദൻ മാഷിന്റെ സംഗതി വന്നല്ലോ, അതിപ്പോ എല്ലാ ഏത് രീതിയിലും വരാം. അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന കണ്ണുകളാണത്. CPM സൈബർ വിങ്ങിന്റെ പ്രത്യേക ക്യാമറകൾ സതീശനെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലായിടത്തും എല്ലാ ചാനലുകളുടെയും ക്യാമറയുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത് UDFന് തന്നെ പ്രചരണത്തിനകത്തുനിന്ന് ഇത് കിട്ടുന്നുണ്ട്. അവരും ഇതെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആര്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അവരൊരു പുതിയ തന്ത്രം അങ്ങോട്ട് പരീക്ഷിക്കുകയാണ്. അവർ ആ തന്ത്രത്തിൽ നിൽക്കുമ്പോൾ ഇതിന് മറുപടി UDF വെക്കുമോ എന്നാണ് കാണേണ്ടത്. ഈ ഇരുണ്ട കാലമല്ല, ആ പുതിയ കാലത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ, ആ പുതിയ കാലത്ത് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അവർ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ബദലെന്ന് പറയാൻ പറ്റൂ. ഇന്നിപ്പോ VD സതീശൻ അവരുടെ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ VD സതീശൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സാണ്. പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സ് VD സതീശന്റെ ഇന്റർവ്യൂ. അഭിലാഷിന്റെ അടുത്ത് ഇന്റർവ്യൂ വരാത്തത്? അഭിലാഷ് ചോദ്യങ്ങൾ ചോദിക്കും, ഞാനതിനെ മനസ്സിലാക്കാത്രയാണ്. ഇത് അതെന്താണ് ഒരു നറേറ്റീവായിട്ട് നിന്നങ്ങ് പറയുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂ എന്ന് ഭാവികൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുൻനിര ചാനലുകൾക്ക് മുമ്പിൽ നരേന്ദ്രമോദി അങ്ങനെയല്ലേ ചെയ്യുന്നത്? നരേന്ദ്രമോദി അക്ഷയ് കുമാറിനെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സിനെ, സുജിത് ഭക്തനെ പോലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. ഷാരിഖ് ഷംസുദ്ദീൻ ഒക്കെ ഈ ഫിനാൻസ് അങ്ങനെയുള്ള രംഗത്ത് പ്രശസ്തനായിട്ടുള്ള ആളാണ്. അപ്പോൾ വേറൊരു തരത്തിലുള്ള ആശയവിനിമയമാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നതൊക്കെ വരണമെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ അവരെ ആരെയാണോ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു സോഫാർ VD സതീശൻ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് കൺവേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ ഷാരിഖ് ഷംസുദ്ദീന് VD സതീശൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിട്ട് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് പറഞ്ഞത്, ഞങ്ങളുടെ അണികൾ എന്ന് ചോദിക്കുക എത്ര ക്ലാരിറ്റിയോടെയാണ് പുള്ളി പറയുന്നത് എന്ന് പറയുന്നത് എന്നോടത്ത് ഒരു BJP നേതാവ് എന്ന് പറഞ്ഞാൽ അത് ആരെയാണോ അഡ്രസ് ചെയ്യേണ്ടത് അവരെ അഡ്രസ് ചെയ്യുന്ന വിധത്തിൽ അവരത് ആ നിലയ്ക്കുള്ള ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പാക്കേജസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് പണ്ടായിരുന്നു ഈ വീതി പ്രസംഗങ്ങളൊക്കെ, അത് ഇപ്പം വളരെ എളുപ്പമാണ് ജനങ്ങളിലേക്ക് എത്താൻ. യൂട്യൂബിൽ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ, അത് മതി. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിൽ റീലുകളിൽ കൂടിയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെ 2026.